BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക സംഘം. കോളേജിൽ നിന്നുള്ള നിർണായക CCTV ദൃശ്യങ്ങളും രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു. മരിക്കുന്നതിന് അല്പസമയം മുമ്പ് നിതിൻ രാജ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളും ഇതിലുണ്ട്. ലോണാപ്പുകാർ ഫോണിൽ വിളിച്ചത് സംബന്ധിച്ച അധ്യാപികയുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു ഇതെന്നാണ് വിവരം. ലോണാപ്പുകാർ നിതിനയച്ച ഭീഷണി സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 1000 രൂപ ഉടനും ബാക്കി തുക വ്യാഴാഴ്ചയും അടയ്ക്കണമെന്ന സന്ദേശത്തിന് താൻ പാവമാണെന്നാണ് നിതിൻ മറുപടി നൽകിയിട്ടുള്ളത്. അമ്മയുടെ ചികിത്സയ്ക്കായാണ് വായ്പ എടുത്തതെന്നും അന്വേഷണം വഴിതെറ്റിക്കാനാണ് ഇത് ഉയർത്തിക്കാട്ടുന്നതെന്നും കുടുംബം പറയുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ DGPയെ കണ്ട് പരാതി നൽകി. അതേസമയം ആരോപണവിധേയരായ അധ്യാപകർക്കെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ കുടുംബം ഉന്നയിച്ച ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ അധ്യാപകരായ ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നത്. കോളേജിലെ CCTV ദൃശ്യങ്ങളും രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുൻപ് നിതിൻ രാജ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അധ്യാപകർക്കെതിരായ ജാതി അധിക്ഷേപ ആരോപണത്തിന്റെ വിശദാംശങ്ങളും പോലീസ് തേടുന്നു. സസ്പെൻഷനിലായ ഡോക്ടർ MK റാമിനെതിരെയും നേരത്തെയും പരാതി ഉന്നയിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. നിതിൻ്റെ കേസിലും നമ്മുടെ ഈ സാറുമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ മിസ്മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഹറാസ്മെൻറ്റും അതിൻ്റെക്കെതിരെ നമ്മളിത് ഒരു തീരുമാനം വരുന്നത് വരെ നമ്മൾ എല്ലാവരുടെയും ആ തീരുമാനം വരുന്നത് വരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പരാതിയായിട്ട് പലരും വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഗെറ്റ്സ് റിസോൾവ്ഡ്. ആൻഡ് ഇപ്പോഴാണ് പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. ഞാൻ അറിയുന്നതായിട്ട് അങ്ങനെയല്ല, പക്ഷെ കഴിഞ്ഞ വർഷം കുറെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഭയമാണ്. കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. കുറെ കുട്ടികൾക്ക് ട്രോമാസ് ഉണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, എക്സാം എഴുതിപ്പിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ മേ ബി അവര് ക്ലാസ്സിൽ വന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല, ഇനിയിപ്പോ എക്സാമിന് വരുന്നത് എന്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എന്റെ ജൂനിയർ ആണ്, അപ്പൊ നിന്നെയൊക്കെ ഞാൻ പ്രാക്ടിക്കലി തോൽപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത്. അധ്യാപകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അന്വേഷണം ആവശ്യപ്പെട്ട് KSU, SFI, ഫ്രിറ്റോണിറ്റി, DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ABVP, BJP പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. പോലീസ് വലയം ഭേദിച്ച് കോളേജിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് തടഞ്ഞത്. KCPയുടെ നേതൃത്വത്തിൽ 7 അംഗ സംഘം രൂപീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൽ ഒരു സംഘം നിതിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജിറും കോളേജിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തു. ഡോക്ടർ MK റാമിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ക്ലാസ്സിൽ ബോഡി ഷേമിങ്ങും കളിയാക്കലുകളും പതിവാണെന്നും വിചിത്രമായ ശിക്ഷാരീതികളാണ് നടപ്പിലാക്കാറുള്ളതെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് M ഷാജിർ പറഞ്ഞു. നിറം നോക്കി ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് കോക്രോച്ച്, വൈറ്റ് കോക്രോച്ച്, മെലിഞ്ഞ കുട്ടികളെ നോക്കിയിട്ട് ക്യാൻസർ പേഷ്യൻ്റ് ഇങ്ങനെയൊക്കെ വിധിച്ച് അധിക്ഷേപിക്കുന്ന രീതിയുണ്ട് എന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഫൈൻ ഈടാക്കുക, വലിയ പൈസയുടെ പുസ്തകം രേഖപ്പെടുത്തുക, ഈ 2000 പേജിൻ്റെ പുസ്തകം എഴുതിപ്പിക്കുക, ആ നിലയിലുള്ള ഒരു ഹരാസ്മെൻറ്റ് എന്നാൽ ഒരു റാഗിങ് നടക്കുന്നുവെന്ന് അധ്യാപകരിൽ നിന്നുണ്ടെന്ന് ഒരു പൊതുവിവരം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് 16-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ ക്ലാസ് ആരംഭിക്കുക. അന്ന് വന്ന് വീണ്ടും വിദ്യാർത്ഥികളെ കൂടി കണ്ട ശേഷം യുവജന കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനിടയിൽ ലോൺ ആപ്പുകാരുടെ ഭീഷണി തള്ളാതെയാണ് പോലീസ് അന്വേഷണം. ലോൺ ആപ്പിൽ നിന്ന് ഡെന്റൽ കോളേജ് അധ്യാപികയുടെ നമ്പറിലേക്ക് വന്ന സന്ദേശങ്ങളും പരിശോധിക്കും. നിതിൻ ജീവനൊടുക്കുന്നതിന് മുൻപും അധ്യാപികയ്ക്ക് സന്ദേശങ്ങൾ അയച്ചതായി കണ്ടെത്തിയിരുന്നു. ഇവരുടെ നമ്പർ ലോൺ സംഘത്തിന് എങ്ങനെ കിട്ടി എന്നതുൾപ്പെടെയാണ് അന്വേഷിക്കുന്നത്. നിതിൻ കൊടുത്തതോ ഇയാളുടെ ഫോൺ ഹാക്ക് ചെയ്ത് ആപ്പുകാർ എടുത്തതോ ആകാമെന്നാണ് പോലീസ് നിഗമനം. ഈ സംഭവത്തിൽ അധ്യാപികയുടെ പരാതിയിൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോൺ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ട്
നിരന്തരം ബന്ധപ്പെട്ടെന്ന പരാതിയിലാണ് കേസ്. കണ്ണൂർ സൈബർ പോലീസാണ് കേസെടുത്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയ ശേഷം ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.